കോഴിക്കോട് ഭർതൃവീട്ടിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ആരോപണവുമായി യുവതിയുടെ കുടുംബം. ആത്മഹത്യയ്ക്ക് പിന്നിൽ ഭർതൃപീഡനമെന്ന് ഷിംനയുടെ കുടുംബത്തിന്റെ ആരോപണം. ഭർത്താവ് മദ്യപിച്ച് ഷിംനയെ നിരന്തരം മർദ്ദിച്ചിരുന്നുവെന്ന് ബന്ധു രാജു പറഞ്ഞു. മരണത്തിന് കാരണമായിട്ട് കരുതുന്നത് വെച്ചാൽ അവര് ഫാമിലി പ്രശ്നം തന്നെയാണ്. ഫാമിലി പ്രശ്നം എന്ന് വെച്ചാൽ വെറും മദ്യം അങ്ങനെ കഴിച്ച് വെച്ചാൽ ഭയങ്കര ഉപദ്രവമാണ്. ഇപ്പം അടുത്തൊരു 5-8 മാസം മുമ്പേ ഇതേമാതിരി ഒരു ഉപദ്രവവും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ വീട്ടിൽ വന്ന് നിന്ന് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഈ മരണത്തിൻ്റെ കുറച്ച് മുമ്പായിട്ട് വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടാണ് ഈ ഒരു ദുരൂഹത ചെയ്തത്. പണിക്ക് പോകുമ്പോഴൊക്കെ ചിലപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ഒരു ഇത് പറയും, പണി സ്ഥലത്ത് പോകുന്നല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള സംശയരോഗമായിട്ടുള്ള ലെവലിൽ അങ്ങനെയൊക്കെ പറയലുണ്ടായിരുന്നല്ലോ. പണി സ്ഥലത്ത് വന്ന് അങ്ങനെ ബുദ്ധിമുട്ടിക്കലുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ പറയലുണ്ടായിരുന്നു പറഞ്ഞു. കോഴിക്കോട് നിന്ന് ദിൽഷ തിലകൻ ചേർന്നു. ദിൽഷ, ഈ ബന്ധുക്കളുടെ ആരോപണത്തിൽ പുതുതായി പോലീസ് കേസെടുത്തിട്ടുണ്ടോ? വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, മാറാട് പോലീസ് അസ്വാഭാവിക മരണത്തിന്റെ കേസെടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് ഈ ഗോതീശ്വരം സ്വദേശി ആയിട്ടുള്ള ഷിംനയെ ഭർതൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാത്രിയിൽ തൂങ്ങിയ നിലയിലായിരുന്നു. ഭർതൃവീട്ടുകാർ വിവരം അറിയിക്കുമ്പോഴാണ് ഷിംനയുടെ ബന്ധുക്കൾ ഈ വിവരം അറിയുന്നത്. ഉടനെ തന്നെ നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഭർത്താവിനെതിരെയാണ് ഷിംനയുടെ കുടുംബം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് നിരന്തരമായിട്ട് ഷിംനയുടെ ഭർത്താവ് മദ്യപിച്ചെത്തി ഷിംനയെ ക്രൂരമായിട്ട് അതിദാരുണമായിട്ട് മർദ്ദിക്കുമായിരുന്നു എന്നാണ് ഷിംനയുടെ കുടുംബം പറയുന്ന കാര്യം. അതായത് പ്രണയിച്ച വിവാഹം ബന്ധം നടത്തി കൊടുക്കുന്ന ഇയാളെ കുറിച്ച് നേരത്തെ അന്വേഷിച്ചപ്പോൾ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഷിംനയ്ക്ക് ഈ ബന്ധം തന്നെ വേണമെന്ന വാശിയായിരുന്നു, അങ്ങനെ നടത്തി കൊടുത്തതാണ്. തുടർന്ന് വിവാഹ ശേഷം നിരന്തരമായിട്ട് ഇത്തരത്തിൽ മദ്യപിച്ചെത്തി ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന സാഹചര്യം പല തവണയായിട്ടുണ്ട്. ഇത് ഷിംനയുടെ വീട്ടുകാർക്കും അറിയാം, അതുപോലെ തന്നെ ഷിംനയുടെ ഭർത്താവിന്റെ വീട്ടുകാർക്കും അറിയാം. പല തവണയായിട്ട് ഷിംനയുടെ വീട്ടുകാര് ഈ ബന്ധം ഒഴിയാൻ വേണ്ടിയിട്ട് ഷിംനയോട് പറഞ്ഞതാണ്. എന്നാൽ ഷിംന അതിന് സമ്മതിച്ചിരുന്നില്ല എന്നാണ് ഇപ്പോൾ ഷിംനയുടെ അമ്മാവൻ കൂടിയായിട്ടുള്ള രാജു മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതുപോലെ തന്നെ നേരത്തെയും മർദ്ദനം ഉണ്ടായിട്ടുണ്ട്. നേരത്തെയും ഷിംന ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ തന്നെ ഷിംനയുടെ വീട്ടുകാര് കൃത്യമായിട്ട് ഇതിൽ ഈ ബന്ധം ഒഴിയണം, പോലീസിൽ പരാതി നൽകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഷിംന അത് വേണ്ട, ഇനിയും അടുത്ത ഒരു അവസരം കൂടി നൽകാം എന്ന് ആവർത്തിച്ചുകൊണ്ട് ഈ ബന്ധത്തിൽ തുടരുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇതിനു മുമ്പും ഷിംന ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ഷിംനയുടെ ബന്ധുക്കൾ പറയുന്ന ഒരു കാര്യം. വേറൊരു കാര്യം ഇന്നലെ ഷിംന അമ്മയെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തർക്കം നടന്ന കാര്യമോ മറ്റു പ്രശ്നങ്ങൾ ഉള്ളതായിട്ടോ ഒന്നും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഷിംന ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങി മരിക്കുന്നത്. ആ സമയത്ത് ഷിംനയുടെ ഭർത്താവിന്റെ വീട്ടുകാർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ബന്ധുക്കൾ അറിയിക്കുന്നത്. ആ സമയത്ത് ഈ തർക്കം നടക്കുമ്പോഴും ഷിംന വാതിലടച്ച് ഒരുപാട് സമയം പുറത്തിറങ്ങാതിരിക്കുമ്പോഴും അവരൊന്ന് തുറന്നു നോക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ തങ്ങളുടെ മകളെ ജീവനോടെ കിട്ടിയേനെ എന്നാണ് ഇപ്പോൾ ഷിംനയുടെ ബന്ധു മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇവരെന്തായാലും മാറാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഷിംനയുടെ സംസ്കാരം അല്പസമയം മുമ്പാണ് കഴിഞ്ഞത്. മാറാട് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ഇതിലൊരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ലക്ഷ്മി, ദിൽഷ തിലകനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.